രണ്ടാളേ ഉള്ളൂ അവിടെ വരാൻ. ഒന്നുകിൽ അപ്പുവാമ്മയാണ്, അല്ലെങ്കിൽ അയാളാണ്. അപ്പുവാമ്മയ്ക്ക് നേരിട്ട് വരാം. എനിക്കറിയാം അത് അയാളാണ്. ഇവിടെ വന്നിരിക്കുന്ന തമിഴന്മാരുടെ കൂട്ടത്തില് ഒന്നെന്റെ തന്തയാണ്. അപ്പമ്മ അതറിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ചങ്ക് പൊട്ടി ചത്തത്. കോന്നോട്ടി അല്ലേ? സത്യമല്ലേ? വെറുത്തുപോയി, എല്ലാവരും വെറുത്തുപോയി, എൻ്റെ അമ്മയടക്കം. മരിക്കുന്നതിന് മുമ്പ് തന്ത ആരാണെന്ന് അറിയാനുള്ള തെളിവ് പോലും ബാക്കി വെക്കാതെ. അപ്പോമ്മ അപ്പോമ്മ ഞാൻ അപ്പോമ്മയുടെ കാല് പിടിക്കാം. ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ അയാളെ. ഇല്ല, എനിക്കറിയില്ല. കള്ളം. എന്റെ മുഖത്ത് നോക്കി പറയാമോ അയാളെ അറിയില്ലെന്ന്? എനിക്കറിയാം, എന്നാലും ഞാനായിട്ട് കാണിച്ചു തരില്ല. അതിനെ തരില്ല. ആരും എന്നെ സഹായിക്കണ്ട. എനിക്കറിയാം അതിന്റെ വഴി. ഇവിടെ അദ്രുമാന്റെ വീട് എവിടെ? അദ്രുമാനോ? ഈ വഴി നേരെ വളവ് തിരിഞ്ഞ മൂന്നാമത്തെ വീട്. പാപ്പ ചായ. ആരാ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴൻ തല്ലിയൊടിച്ച കാലുമായി രായ്ക്ക് രാമാനം കടത്ത് കടന്ന ഒരു അദ്രുമാനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒന്ന് കാണാമെന്നാ. എന്തിന്? പ്രതികാരം ചെയ്യാൻ. ഇപ്പോഴും മോഹമുണ്ടോന്നറിയാൻ. വിളിച്ചു പറയൂ. അയാളുടെ ആ തമിഴന്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ശത്രു തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാ മതി. പകരം വീട്ടാൻ നിങ്ങൾ വേണ്ട, ഞാനുണ്ട്. എന്റെ ശത്രുവിനോട് പകരം വീട്ട നീ ആര്? ഇനി ആർക്കു വേണ്ടിയാ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണേ? ഗൗരി പോയി, അല്ല നിങ്ങൾ കൊന്നു. ചെയ്തിടത്തോളം പാവങ്ങൾ പോരെ. ഇനി എന്താ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കിയിട്ട് അവന്റെ ജീവിതം കൂടി തുലയ്ക്കണോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൻ തിരിച്ചറിയും മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും. നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലാത്തവനാ ഞാൻ. പക്ഷെ എനിക്ക് അവനെ വേണം. എന്റെ വായ്ക്കരിയിടാൻ ഇനി അവനേ ഉള്ളൂ. அவனுக்கு ஒரு குறை வரக்கூடாது. அந்த பிரார்த்தனை மட்டும்தான் என் மனசுல இருக்கு. പിന്നെന്തിനാ ഇങ്ങനെ കലിച്ചു തൂങ്ങി കിടക്കണേ? പൊയ്ക്കൂടെ? போறேன். ஆனா என் மனசுல இருக்க பாவச்சுமையை எங்க இறக்கி வைப்பேன்? எந்த நிம்மதியோட திரும்பி போவேன்? ഭാഗ്യവാനല്ലേ നിങ്ങൾ? പരമഭാഗ്യവാൻ. സ്വന്തം മകനോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതയും ചെയ്തിട്ടും ജീവിതത്തിൽ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാകാൻ കഴിയില്ലേ? അതുപോലെ ഇതിൽ കൂടുതൽ എന്ത് സമാധാനാ വേണ്ടത്? അവന്റെ മനസ്സിൽ ഈ ചിത്രം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് തിരുത്തരുത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. പോണം. போய்தான் தீரணுமா? வேற வழியே இல்லையா? പോയാ മാത്രം പോരാ, ഒരു പ്രായശ്ചിത്തം കൂടെ ചെയ്യണം. അവനു വേണ്ടി
അവൻ അന്വേഷിക്കുന്ന ആ വൃത്തികെട്ട തന്തയെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അയാൾ മരിച്ചുപോയി എന്ന് നിങ്ങൾ അവനെ എഴുതി അറിയിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. കുഞ്ഞുനാൾ തൊട്ട് അവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പക അതോടെ അവസാനിക്കും. ശേഷിച്ച കാലമെങ്കിലും അവനൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്റെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അല്ല, നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തൂടെ? செய்யாம். நீங்க சொன்ன வார்த்தை மாறாம நடந்துக்கிறேன். என்னோட மரண செய்தியே நானே என் மகனுக்கு எழுதி அனுப்புறேன். நாகராஜா பாலக்காட்டுல இருக்கான். நான் இல்லாத போது ஏதாவது அவசரம்னு அவன்கிட்ட சொல்லு. சரிங்கய்யா, நானும் உங்க கூட ஸ்டேஷனுக்கு வரேன். யாரும் வர வேணாம். அப்போ யாரு? സൂക്ഷിച്ചു നോക്ക്, അപ്പൊ ഓർമ്മ വരും. മനസ്സിലായില്ലേ? ഒരു പഴയ അദ്രുമാനെ ഓർമ്മയുണ്ടോ? പണ്ട് വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കടവ് വഴി പുത്തങ്കവല വരെ ടാട്ടിച്ച് കാലൊടിച്ച ഒരു അദ്രുമാനെ. அதர்மான் பழி வாங்கலான்னு வந்தியா? അല്ല, കൂലിത്തല്ലും ചട്ടമ്പിത്തരമായി നടന്ന എനിക്ക് ഒരു കുടുംബം ഉണ്ടെന്നുള്ള ചിന്തയില്ലായിരുന്നു. എല്ലാം എന്റെ കാൽ കീഴിലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ കാൽ ഒടിഞ്ഞപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത്. എന്റെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനൊരു മനുഷ്യനായത്. ഒരുപാട് നന്ദിയുണ്ട്. മകനൊരു ജോലി കിട്ടിയപ്പോ, മകള് ഡോക്ടറായപ്പോ, ജീവിതത്തിൽ ഓരോ നല്ല നിമിഷവും കടന്നു വന്നപ്പോ ഞാൻ ഓർത്തു, ഒരുപാട് നന്ദിയോടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന്, ഈ കാലി തൊട്ടൊന്ന് തൊഴണമെന്ന്. காரியத்தை நம்ம செய்யறோம், காரணத்தை அவன் தீர்மானிக்கிறான். சில காரியம் நன்மையில முடியுது, சில காரியம் சோதனையில முடியுது. எதுவுமே நம்ம கையில இல்லை, எல்லாம் ஆண்டவன் செயல். வாழ்க்கையில நான் ஒரு சின்ன நன்மையாவது செய்திருக்கேன்னு நீங்க ஞாபகப்படுத்துறீங்களே, அதுக்காக நான் தான் உங்களுக்கு நன்றி சொல்லணும். வரட்டே.
അല്ല, അയാളല്ല. വണ്ടി സിഗ്നലായി പെരിയവരെ കയറിക്കോളൂ. പെരിയവരെ, ഞാനിതൊരിക്കലും മറക്കില്ല. சின்ன, நீ உங்க அப்பாவை பார்க்கணுமா? நான் தான் அப்பா, அந்த பாவி. என்ன அடிக்கிறதா இருந்தா அடிச்சிடு, இல்ல கொலை வேண்டாலும் பண்ணிடு. நான் சிந்துற രക്തത്തിലെയാவது പ്രായച്ചിത്ത കിടക്കിട്ടും. നന്നായി പെരിയവരെ, നിങ്ങൾക്ക് എന്നെ ഇത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കറിയാം, നിങ്ങളാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തളർന്നു പോകുമെന്ന്, എൻ്റെ മനസ്സിലെ പക ഉറഞ്ഞു പോകുമെന്ന് അതിനുവേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയിൽ. நான் என்ன சொன்னா நீ நம்புவ? உன்னை எப்படி நம்ப வைக்கிறது? എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെപ്പോലുള്ള ഒരാളുടെ മകനാകാനുള്ള ഭാഗ്യം എനിക്കില്ല. എൻ്റെ മനസ്സിലുള്ള ആ വൃത്തികെട്ട അച്ഛനാകാൻ പെരിയവർക്കും കഴിയില്ല. പെരിയവർ പോ, പെരിയവർ പോ. நம்புப்பா, நான் தான் உங்க அப்பா. டேய் சின்ன அப்பா, என்னடா இது? நான் தான்டா உங்க அப்பா, நான் தான் உங்க அப்பா. டேய் சின்ன, நான் சொல்றத நம்பு. நான் தான் உங்க அப்பா. இவ்வளவு நாள் நீ யாரை கொலை செய்யணும்னு எதிர்பார்த்துட்டு இருந்தியோ அந்த பாவி நான் தான்டா. நான் தான் உங்க அப்பா, என்ன நம்பு சின்ன. நான் எப்படிடா நம்ப வைக்கிறது? அப்பு அப்பு, நீ சொல்லுப்பா, நீ சொல்லு. நான் தான் அப்பா, நான் தான் அப்பா சொல்லு. சொல்லுப்பா சின்ன, 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 சின்ன. ആ പോയതാണ് എൻ്റെ അച്ഛൻ, അല്ലേ അപ്പോമ്മ? ഞാൻ സംശയിച്ചിരുന്നു, ആവരുതേ എന്ന് ഞാൻ ആശിച്ചിരുന്നു. ആണെന്നറിഞ്ഞാൽ നിർത്തുപോയാലോ എന്ന് ഭയന്നു. പെരിയവര് വലിയ മനുഷ്യനാണ്, എൻ്റെ അച്ഛനും